എന്തുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ്. വി ഡി സതീശൻ എന്ന ജനനായകനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളത് കേരളത്തിലെ വർഗീയവാദികളാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. വളരെ മോശമായ രീതിയിൽ പല വർഗീയവാദികളും നിരന്തരമായി അദ്ദേഹത്തെ വേട്ടയാടിയപ്പോഴും തെല്ലും പതറാതെ നെഞ്ച് വിരിച്ചുകൊണ്ട് ആർജവത്തോടു കൂടി പോരാടിയ ഒരു നേതാവിൻ്റെ പേരാണ് വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു പദവിയോട് 100% ആപ്റ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ജനങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ മാസ് ക്യാമ്പയിനിങ് തന്നെയാണ്. ഒരു PR വർക്കിൻ്റെ സഹായമില്ലാതെ ജനങ്ങൾ അവർ സ്വയം മീഡിയകളായിക്കൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിൽ പോലും 1.5 ലക്ഷത്തോളം കമൻറ്റുകൾ ചരിത്രത്തിലാദ്യമായി ഒരു നേതാവിന് വേണ്ടി വരിക എന്നതിൽ തന്നെ അത് വി ഡി സതീശൻ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിരവധി തവണ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിലും മറ്റു വേദികളിലുമൊക്കെ പറഞ്ഞത് UDF 100+ സീറ്റ് ലഭിക്കുമെന്നായിരുന്നു. കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കുമെന്ന് തൻ്റെ ഇടത്തോടു കൂടി വിളിച്ചു പറഞ്ഞ ഒരു പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി വലിയ രീതിയിൽ ഒരു പരാജയം മൂന്നാമതും ഏറ്റുവാങ്ങുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരിക വി ഡി സതീശനായിരിക്കും. കാരണം അത്രത്തോളം അദ്ദേഹത്തെ വർഗീയവാദികളും മറ്റും വേട്ടയാടിയിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള ആളുകൾ വേട്ടയാടിയിരുന്ന സമയത്ത് പോലും വേണ്ട രീതിയിലുള്ള പിന്തുണ കൂടെയുള്ള നേതാക്കന്മാരിൽ പോലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇവിടുത്തെ ജൻസി ആയാലും ഇവിടുത്തെ സ്ത്രീ സമൂഹമായാലും എല്ലാവരും അതിയായി ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ്റെ ആ ഒരു സ്ഥാനാരോഹണം തന്നെയാണ്.